ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വന്നാൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പ്രോൺസ് ബിരിയാണി. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ 2 ഫ്രണ്ട്സ് ലഞ്ചിന് വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനിത് ഷാൻജിയോൻ്റെ റെസിപ്പി ആട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും ഞാൻ ആ യൂട്യൂബ് ചാനലാണ് നോക്കാറ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് വേറൊരു പാത്രത്തിൽ മറ്റേ ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് ഇളക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് അതിനകത്ത് അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സാക്കി. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പാത്രത്തിലേക്ക് മാറ്റി മിക്സൊക്കെ ആക്കി വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പ്ലാനുണ്ട്, പുറത്ത് പോകുന്നുണ്ട്. അപ്പം എന്താ പ്ലാൻ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തു. സാലഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാർ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിച്ചത്. അപ്പം ഞാൻ പോയി നോക്കിയപ്പം ആരെയും കണ്ടില്ല. ഞാൻ എന്നിട്ട് തുറന്ന് നോക്കിയപ്പം ഒരു ആമസോണിൻ്റെ ഡെലിവറി വന്നായിരുന്നു. ഒരു പാക്കേജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ റെഡി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായിരിക്കും ഇന്നത്തെ മെയിൻ കാര്യമെന്ന്. ഞങ്ങൾ ചെറിയൊരു ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. ഫോട്ടോഷൂട്ടെന്ന് പറയാനൊന്നുമില്ല, ചുമ്മാ സാരിയൊക്കെ എടുത്തൊന്ന് പുറത്തൊക്കെ പോയി കുറച്ച് നല്ല ഫോട്ടോ എടുക്കുക, കുറച്ച് ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യുക, അത്രയൊക്കെ തന്നെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാവട്ടെ എനിക്ക് മേക്കപ്പ് ഇട്ട് തരുന്നത്. ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സൺസ്ക്രീനും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കൺസീലർ ഇടാൻ തുടങ്ങി. കൺസീലർ അവൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും കേട്ടോ. ഞങ്ങൾ 3 പേരിൽ അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അവളാണ്. അപ്പോൾ സാരി എങ്ങനെയൊക്കെയോ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഉടുത്തേക്കുന്നത്. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയാം, പക്ഷേ ആ ഒരു പെർഫെക്ഷൻ വരത്തില്ല ഞാൻ ഉടുത്താൽ. അപ്പം എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഉടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൺസീലർ ഇട്ട് കഴിഞ്ഞപാടെ അവൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സാധാരണ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഐ മേക്കപ്പിലേക്ക് കിടക്കുക. ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പം അവൾ നേരെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇട്ടു. ഒരുപാടൊന്നും ഇട്ടില്ല, കാരണം പുറത്ത് ഇപ്പോഴും നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ചിലപ്പം മേക്കപ്പൊക്കെ കുറച്ചിങ്ങനെ ചൂടത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമാതിരി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മേക്കപ്പൊന്നും ഇട്ടില്ല, ഒരു ലൈറ്റായിട്ട് ഇച്ചിരി ഫൗണ്ടേഷൻ ഇട്ടു. അപ്പം അതപ്പോൾ അവൾ ഞാൻ എൻ്റെ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്യാറ്. കാരണം എനിക്ക് ബ്രഷിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് സ്പോഞ്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബ്ലഷൊക്കെ വാരിക്കോരി ഇട്ടിട്ടുണ്ട്, ബ്ലഷും ഇട്ടു. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നുമായിരുന്നു, ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ ഐബ്രോ വരച്ചിട്ടില്ലായിരുന്നു. ലാസ്റ്റ് വരയ്ക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ കമ്മലും വളയൊക്കെ ഇട്ടിട്ട് വന്നു. മാല ഇട്ടില്ല, വലിയ കമ്മലായതുകൊണ്ട് ഞാൻ മാല സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഹെയർ വേറൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല, ഹെയർ അങ്ങനെ തന്നെ ഇടുവാണ്. പിന്നെ ഞങ്ങൾ സമയം കളയണ്ടെന്ന് വെച്ച് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പം ഞാൻ ബാക്കിലിരുന്ന് വീഡിയോസ് എടുക്കുമായിരുന്നു. അപ്പം അവിടെ ഗൂഗിൾ മാപ്പിൻ്റെ ഇത് ലൊക്കേഷൻ ഇട്ടതുകൊണ്ട് സൗണ്ട് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് കേൾപ്പിക്കാതെ ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും നല്ല വെയിലൊക്കെ ഉണ്ട്. പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും വെയിൽ കുറഞ്ഞാൽ മതിയായിരുന്നു എന്നും വിചാരിച്ചാൽ ഞങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോഴും നല്ല ഹ്യൂമിഡിറ്റിയാണ് പുറത്ത്. അപ്പോൾ വേർത്ത് കഴിഞ്ഞാൽ എല്ലാം ഒഴുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ. ഇപ്പം തന്നെ ഞാൻ വണ്ടിയിലിരുന്നിട്ട് തന്നെ ഇപ്പം ഞാൻ വേർക്കാൻ തുടങ്ങി ചൂടുകൊണ്ട്. അപ്പം കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എത്താനായി ഓൾമോസ്റ്റ്. അങ്ങനെ പോകുന്ന വഴിക്ക് ബുർജ് ഖലീഫയൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബുർജ് ഖലീഫേൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. പിന്നെ അവിടെ ക്രൗഡഡ് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ അങ്ങോട്ട് പോകാത്തത്. പിന്നെ ഞങ്ങൾ അബ്രയിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ടെമ്പിളൊക്കെ ഉണ്ട്, അവിടെയും പിന്നെ തിരക്കായിരിക്കും. ഇതിപ്പോൾ ഇച്ചിരി ക്വയറ്റായിട്ടുള്ള ഏരിയ ഞങ്ങൾ പോകുന്ന ക്രീക്ക് ഹാർബറിലോട്ടാണ്. അപ്പം ഞങ്ങളിത് ഓൾമോസ്റ്റ് അവിടെ എത്തി. കുറേ ബിൽഡിങ്സ് ഉണ്ട് അവിടെ,
വലിയ വലിയ ഇത് റെസിഡൻസ് ബിൽഡിങ്സ് ആട്ടോ. അപ്പോൾ അതിൻ്റെ താഴേക്ക് ക്രീക്കിൻ്റെ ഏരിയ നമ്മുടെ ഇച്ചിരിയുടെ താഴേക്ക് പോകണം. അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെന്തായാലും ഈ സ്പോട്ട് ചൂസ് ചെയ്തത് നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ കുറച്ചുകൂടെ ക്വയറ്റ് ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് കുറവായിരുന്നിട്ടും ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. സാരി കൊടുത്ത് അവരിങ്ങനെ ആദ്യമായിട്ടായിരിക്കുമല്ലോ കാണുക. അപ്പോൾ എന്തായാലും തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കങ്ങനെ അധികം ഫ്രീഡം കിട്ടത്തില്ല. മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും ഇവിടെ വന്ന് നന്നായി. നിങ്ങൾക്ക് ഒരാൾ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ താഴെ വന്നു. താഴെ ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ കുറേ കഫേ ബിൽഡിങ്സ്, ഭയങ്കര ഒരു എസ്തെറ്റിക് ലുക്സ് ഉണ്ട് അവിടെ. കുറേ സ്പോട്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ ഫോട്ടോസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് നിന്നു. ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈമായിരുന്നു കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി കുറേ നേരം നിന്നു. എത്ര കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ബോട്ട് എടുത്ത് അപ്പുറത്ത് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. അപ്പോൾ കുറേ നേരം ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ വന്നിട്ടൊരു 2-3-4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും അവിടെ നിന്ന് കഫേന്ന് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കഫേയിൽ വന്നു. നിർവാണ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു കഫേയിൽ വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ മറ്റേ എന്താ അതിൻ്റെ പേരും മറന്നുപോയല്ലോ, പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തതെല്ലാം ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചേരുന്ന ഡ്രിങ്ക് എനിക്ക്. അവക്കും ആ കളർ ആ ഡ്രസ്സിന് മാച്ച് ആവേ. എടുത്തോ, ഇവിടെ വെച്ചാൽ പോരെ, കയ്യിൽ പിടിച്ചോ, കയ്യിൽ പിടിച്ച് കാണില്ല. ഇവിടുത്തെ സിഗ്നേച്ചർ ഡ്രിങ്ക് ഞാൻ കുടിച്ചു നോക്കട്ടെ. ഇത് സൂപ്പർ ആട്ടോ. രണ്ടെണ്ണം കുടിച്ച് കോഫി ഓർഡർ ചെയ്ത ഇവിടെ കോഫി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കോഫി ഇവക്ക് എസ്തെറ്റിക് കിട്ടാൻ ഇവിടെ കോഫി എന്ന് പറഞ്ഞേ. പിന്നെ ഐസ്ഡ് കോഫി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കോഫി അല്ല, ഐസ്ഡ് കോഫി. നോട്ടെ, നല്ല ടേസ്റ്റ്. ചോക്ലേറ്റാ. ഓ ചോക്ലേറ്റ് പ്ലസ് കോഫി. എക്സ്ക്യൂസ് മീ. റെക്കോർഡാ മതിയാ സമി. അരെ സമി എന്താണ് സമി? എനിക്ക് അവരോട് ചോദിക്കണം ഇതിൻ്റെ അകത്ത് ബൂസ്റ്റ് കളിക്കിട്ടുണ്ട്. പക്ഷെ ഇത് നല്ലൊരു റിഫ്രഷിങ് ഫീൽ. ഞാൻ ഉള്ളിലിരിക്കാന്ന് പറഞ്ഞ ഗൈസ്, എനിക്ക് ചൂടെടുത്തിട്ട് വയ്യായിരുന്നു. ഇവക്ക് എസ്തെറ്റിക് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിരിക്കുക. പ്ലീസ് കം. അവർക്ക് ഷൈ അല്ല കേട്ടോ, ഷൈ ആയതുകൊണ്ട്. നല്ല ക്യൂട്ട്. എനിക്ക് തോന്നിയായിരുന്നു ആ ബാലൻസ് പോയില്ല അത് എടുത്താല്. അയ്യാ കാലൊക്കെ ചത്ത്, കാല് പോയി ഹീൽസ് ഇട്ടിട്ട്. വാ
ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇനി ഇതെല്ലാം ഒന്ന് അഴിച്ചു വെച്ച് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത്. ഞാൻ കുറേ നാളായി ഇങ്ങനത്തെ വലിയ കമ്മലിട്ടിട്ട്, അതുകൊണ്ട് ഭയങ്കര പെയിൻ. നല്ല കമ്മൽ. സോ എനിക്കിനി ടു പെയിൻഫുൾ. എൻ്റെ ഒരു ഫ്രണ്ട് തായ്ലൻഡിൽ പോയതായിരുന്നു. അപ്പം അവൾ ഇന്നലെ രാത്രിയാണ് എത്തിയത്, വെക്കേഷനൊക്കെ കഴിഞ്ഞ്. അപ്പം വേറൊരു ഫ്രണ്ട് അടുത്തയാഴ്ച പോകും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല, ഇന്നങ്ങ് പോവാമെന്ന്. അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ രസമായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, വ്ളോഗ് എടുത്തു മെയിൻലി. പിന്നെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ സ്കിൻ കെയറും കൂടെ ആഡ് ചെയ്തിട്ട് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാനെന്നാൽ പോയി മുഖമൊക്കെ കഴുകിയിട്ട് വരട്ടെ. ഞാൻ ആദ്യം തന്നെ ഒരു സെറമാണ് ഇടാറ്. ഹൈലൂറോണിക് ആസിഡിൻ്റെ ഒരു സെറം ഇടും എപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്യാറുണ്ട്. 1-2 ദിവസം, ഒരു 1-2-3 ദിവസം ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസർ ഇടും. റെറ്റിനോൾ ഇടുന്ന ദിവസം റെറ്റിനോൾ ഇട്ട് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടും. ഇത് നല്ല മോയ്സ്ചറൈസർ, നല്ല ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഇത്. സോ ഇതിട്ട് കഴിയുമ്പോൾ നല്ല സുഖമാണ്, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് തായ്ലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവൾ അവിടുന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ അൺബോക്സിങ് കൂടെ ഇതിങ്ങനെ അണ്ടറയിൽ റോൾ ചെയ്യുന്ന ഒരു സെറമാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിങ്ങനെ വരും. ഇങ്ങനെ ഞെക്കുമ്പം അണ്ടറയിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഡാർക്ക് സർക്കിൾസും പഫിനെസ്സൊക്കെ പോവാൻ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഫസ്റ്റ് ഡേ ഞാൻ യൂസ് ചെയ്യുന്നത്. സൂപ്പർ. സോ ലാസ്റ്റ് ഞാൻ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാം. ലിപ്പ് ബാം. ഓൾ ഡൺ. സെറ ഈ കണ്ണിൽ കൂടിപ്പോയി, ഈ കണ്ണിൽ കുറഞ്ഞും പോയി. ഐ ഫോർഗോട്ട് സംതിങ്. എൻ്റെ ഈ പാടിനൊക്കെ ഞാനൊരു ഓയിൻമെൻറ്റ് ഇടാറുണ്ട്. സോ അത് ഞാൻ ഇടാൻ മറന്നുപോയി. ഒരു ഫാർമസി പ്രൊഡക്റ്റ്. വ്ളോഗ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.